എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ മാർച്ച് 3-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. നാളെ തിരുവനന്തപുരം ജില്ലയിൽ പൊതു അവധിയാണ്. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ചാണ് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കെല്ലാം അവധിയാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നാളെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുകയില്ല. കനത്ത ഗതാഗത നിയന്ത്രണം ഇന്ന് ഉച്ച മുതൽ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൊതു റോഡ് അരികിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത് എന്നും അങ്ങനെ പാർക്ക് ചെയ്യുകയാണ് എങ്കിൽ വാഹനങ്ങൾ പിടിച്ച് എടുക്കുകയും അതുപോലെ തന്നെ കനത്ത പിഴ ഈടാക്കുകയും നിയമ നടപടി സ്വീകരിക്കും എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ റേഷൻ വിതരണം മാർച്ച് 3-ാം തീയതി ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കും. തിരുവനന്തപുരം ജില്ലയിൽ ആറ്റുകാൽ പൊങ്കാല ആയതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലയിൽ പൊതു അവധിയാണ്. ആ ജില്ലയിൽ മാത്രം ബുധനാഴ്ച മുതൽ 4-ാം തീയതി മുതൽ മാത്രമാണ് റേഷൻ വിതരണം ആരംഭിക്കുക. ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ ഇങ്ങനെയാണ്. മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും 2 പാക്കറ്റ് ആട്ടയും ലഭിക്കും. അരിയും ഗോതമ്പും സൗജന്യമാണ്. ആട്ടയ്ക്ക് 7 രൂപ വീതം നൽകണം. 27 രൂപയ്ക്ക് 1 കിലോ പഞ്ചസാരയും ലഭിക്കും. പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 4 കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിൽ ലഭിക്കുന്ന മൊത്തം ഗോതമ്പിൽ നിന്നും 4 കിലോ ഗോതമ്പ് കുറച്ച് പകരം 4 പാക്കറ്റ് ആട്ട ഒരു ആട്ടയ്ക്ക് 9 രൂപ നിരക്കിൽ ലഭിക്കും. കാർഡിൽ 4 അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ ഗോതമ്പ് ലഭിക്കില്ല, ആട്ട മാത്രമാണ് ലഭിക്കുക. നീല റേഷൻ കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 2 കിലോ വീതം അരി 4 രൂപ നിരക്കിൽ ലഭിക്കും. ഇതുകൂടാതെ 10 രൂപ 90 പൈസ നിരക്കിൽ 2 കിലോ അരി അധികമായി ലഭിക്കും. 17 രൂപ നിരക്കിൽ 1 മുതൽ 4 വരെ ആട്ടയും നീല റേഷൻ കാർഡിനുണ്ട്. വെള്ള റേഷൻ കാർഡിനും അരി കൂട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 2 കിലോ ആയിരുന്നു, ഇത് 6 കിലോ ആക്കിയിട്ടുണ്ട്. 10 രൂപ 90 പൈസ നിരക്കിലാണ് 6 കിലോ അരി വെള്ള റേഷൻ കാർഡിന് ലഭിക്കുക. കൂടാതെ 4 കിലോ വരെ ആട്ട ലഭിക്കും. 1 മുതൽ 4 കിലോ വരെ ആട്ട 17 രൂപ നിരക്കിൽ, ഒരാട്ടയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. ബ്രൗൺ റേഷൻ കാർഡിന് 10 രൂപ 90 പൈസ നിരക്കിൽ 2 കിലോ അരിയും 17 രൂപക്ക് 1 ആട്ടയും ലഭിക്കും. പിന്നെ മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഈ മാസത്തെ മണ്ണെണ്ണ 1 ലിറ്റർ ആണ് ലഭിക്കുക. ഒരുപാട് സ്റ്റോക്ക് ഉള്ളത് കൊണ്ടാണ് 1/2 ലിറ്റർ എന്നുള്ളത് 1 ലിറ്റർ ആക്കിയിട്ടുള്ളത്. അപ്പൊ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും മുമ്പ് വാങ്ങിയിട്ടുണ്ട് എങ്കിലും ഈ ഒരു മാസം വാങ്ങാവുന്നതാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയിപ്പ്. 1 ലിറ്റർ മണ്ണെണ്ണ മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുള്ളവർക്ക് വൈദ്യുതീകരിച്ച വീടിന് ലഭിക്കും. വൈദ്യുതീകരിക്കാത്ത വീടിന് ഈ മാസം 4 ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ്. ഈ മാസം 31-ന് മുമ്പ് മണ്ണെണ്ണ കൊടുത്ത് പൂർത്തീകരിക്കണം എന്നാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ അറിയിപ്പ് റേഷൻ കടക്കാർക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് റേഷൻ കടയിലൂടെ ഈ മാസം ലഭിക്കുന്ന വിഹിതങ്ങൾ. ഇത് കൂടാതെ സപ്ലൈകോ വിഹിതങ്ങളും വാങ്ങാവുന്നതാണ്. സപ്ലൈകോ വിഹിതങ്ങളിൽ വെളിച്ചെണ്ണയുടെ വില വീണ്ടും കുറച്ചിട്ടുണ്ട്. മറ്റുള്ള വിഹിതങ്ങളെല്ലാം വാങ്ങാവുന്നതാണ്. 20 കിലോ അരി 25 രൂപ നിരക്കിൽ സ്റ്റോക്ക് ഉണ്ട് എങ്കിൽ വാങ്ങാവുന്നതാണ്. ഇതുകൂടാതെ സബ്സിഡി അരി ആയിക്കൊണ്ട് 8 കിലോ അരി അത് 2 തവണയായിട്ട് വാങ്ങണം. 33 രൂപ നിരക്കിലാണ് ലഭിക്കുക. പച്ചരി 29 രൂപക്കും ലഭിക്കുന്നതാണ്. അപ്പൊ ഇത്രയും വിഹിതങ്ങളാണ് മാർച്ച് മാസത്തിൽ ഓരോ റേഷൻ കാർഡിനും ഉള്ളത്. ഇതെല്ലാം കൈപ്പറ്റാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഈ മാസം മാർച്ച് മാസത്തിലേക്ക് കടന്നതോടുകൂടി നിയമസഭാ ഇലക്ഷന് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും. നിയമസഭാ ഇലക്ഷൻ ഈ മാസം പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. മാർച്ച് 12-ന് ഇലക്ഷൻ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഉള്ളത് പക്ഷേ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അത് നീളുമോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും 11-ാം തീയതി കേരളത്തിലേക്ക് പ്രധാനമന്ത്രി മോദി എത്തുന്നുണ്ട്. നിരവധി പദ്ധതികൾ പ്രഖ്യാപിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണത്തിനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. കാരണം പ്രധാനമന്ത്രി സമ്മാൻ നിധിയുടെ 22-ാം ഗഡു, അതായത് 2025-26 സാമ്പത്തിക വർഷത്തെ അവസാന ഗഡു, അതിന്റെ അവസാന മാസമാണ് മാർച്ച് മാസം. ഈ മാസം തന്നെ അത് വിതരണം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 11-ാം തീയതിയാണ് പ്രധാനമന്ത്രി കേരളത്തിൽ പങ്കെടുക്കുന്ന പൊതുപരിപാടികൾ ഉള്ളത്. ഇതിൽ വെച്ച് അതിന്റെ ഒരു വിതരണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ അറിയിപ്പ് വന്നിട്ടില്ല എങ്കിലും 2000 രൂപ ക്രെഡിറ്റ് ആവാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. എന്തായാലും സംസ്ഥാനത്തെ പെൻഷൻ വാങ്ങുന്നവർ, അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ, PM കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നവർക്ക് എല്ലാവർക്കും കൂടി വലിയ ഒരു സഹായം തന്നെയാണ് ഈ ഒരു മാസം വരാൻ പോകുന്നത്. PM കിസാൻ സമ്മാൻ നിധി 2000 എന്തായാലും ഈ മാസം കിട്ടും. ക്ഷേമ പെൻഷൻ 2000 മാർച്ച് മാസത്തേത് കിട്ടും. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 കിട്ടാൻ പോവുകയാണ്. അപ്പൊ ഇതിന്റെ എല്ലാം വിതരണം ഈ മാർച്ച് മാസത്തിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ്. പ്രധാനമന്ത്രി 11-ാം തീയതി കേരളത്തിലെത്തും. അന്ന് വിതരണത്തിനുള്ള സാധ്യത തള്ളിക്കളയാനായില്ല. മറ്റൊന്ന്, നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ക്ഷേമ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കയ്യലാണ് ഇപ്പോൾ പെൻഷൻ വിതരണം
പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ചില സർവീസ് സഹകരണ സംഘങ്ങൾ ശനിയാഴ്ച പണം എടുത്തിരുന്നില്ല. ട്രഷറിയിൽ നിന്ന് പണം എടുക്കാത്തത് കൊണ്ട് തന്നെ അത്തരം സ്ഥലങ്ങളിൽ ഇത് താമസിച്ചു പോകുന്നുണ്ട്. ശനിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ വീടുകളിലെത്തി പെൻഷൻ വിതരണം നടന്നിരുന്നു. അതുപോലെ തന്നെ ദേശീയ പെൻഷൻ പദ്ധതി പ്രകാരം പെൻഷൻ ലഭിക്കുന്ന 300, 200, 500 കുറവുള്ള ആളുകൾക്ക് ആ ഒരു തുകയും ശനിയാഴ്ച തന്നെ അക്കൗണ്ടുകളിലേക്ക് എത്തിയിരുന്നു. ഇനിയും ലഭിക്കാത്ത ആളുകൾക്ക് ആ ഒരു തുക ഉടനെ അക്കൗണ്ടുകളിലേക്ക് എത്തും എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ 2000 പൂർണ്ണമായിട്ടും ലഭിക്കാത്ത ആളുകൾ സേവന വെബ്സൈറ്റിൽ ഒന്ന് പരിശോധിക്കണം. ഗൂഗിൾ ക്രോമിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ നിങ്ങൾ സേവന പെൻഷൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ വീട്ടിൽ മറ്റുള്ള ഒരാളോട് ഇത് ചെയ്യാൻ വേണ്ടി പറയുക. അതിൽ നിങ്ങളുടെ ആധാർ നമ്പറോ പെൻഷൻ ID നമ്പറോ നൽകി തൊട്ട് താഴെയുള്ള 5 അക്ക കോഡ് കൂടി എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ പെൻഷന്റെ എല്ലാ വിവരങ്ങളും കാണാൻ കഴിയും. ഈ മാസത്തെ പെൻഷൻ ബാങ്കിലേക്ക് കൈമാറിയിട്ടുണ്ട് എങ്കിൽ അതും അതിൽ കാണാൻ കഴിയും. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് തടസ്സപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതും അതിൽ അറിയാൻ കഴിയുന്നതാണ്. അപ്പോൾ അത് പരിശോധിച്ച് ഒരു പ്രശ്നവും ഇല്ല എങ്കിൽ ബാങ്കുമായിട്ടൊന്ന് ബന്ധപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കുക. വിവാഹിതയല്ല, പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റുകൾ വിധവ അല്ലെങ്കിൽ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ സമർപ്പിക്കണം. അതിനുള്ള സമയം ഈ മാസം 31 എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഈ മാസം കർശനമായിട്ടുള്ള വാഹന പരിശോധന ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കുട്ടി ഡ്രൈവർമാരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കർശനമായിട്ടുള്ള പരിശോധനകളാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. 6 മാസം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. പിടിക്കപ്പെടുകയാണ് എങ്കിൽ വാഹനം ഓടിക്കുന്ന 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും വാഹന ഉടമകൾക്കും പിഴയും ശിക്ഷയും ഉണ്ടാകും. 6 മാസം വരെ തടവ് ലഭിക്കും. കുട്ടികളെ ജുവനൈൽ ഹോമിലേക്ക് മാറ്റും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ കുട്ടികൾക്ക് ലൈസൻസ് എടുക്കാൻ 25 വയസ്സ് വരെ കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതും. ഇത്തരം ഡ്രൈവർമാർ ഉണ്ടാക്കുന്ന അപകടം മൂലം ആർക്കെങ്കിലും മരണമോ പൂർണ്ണമായ അംഗവൈകല്യങ്ങൾ സംഭവിക്കുകയാണ് എങ്കിൽ അല്ലെങ്കിൽ എന്ത് അപകടം സംഭവിച്ചാലും അതിന്റെ പൂർണ്ണമായിട്ടുള്ള നഷ്ടപരിഹാരം ഇവർ തന്നെ നൽകേണ്ടി വരും എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നടത്തി തുടങ്ങിയിട്ടുള്ള പരിശോധന ഇപ്പോൾ സജീവമായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ആഗോള വിപണിയിൽ എണ്ണ വില കുതിച്ചുയരുകയാണ്. കഴിഞ്ഞ ദിവസം $70 ആയിരുന്നു ഒരു ബാരൽ ക്രൂഡ് ഓയിലിന്റെ വില. ഇന്ന് $80 കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും കൂടും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലുള്ള സുഹൃത്തുക്കൾക്കെല്ലാം ഇപ്പോൾ വലിയ ആശങ്കയാണ് ഉള്ളത്. പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും ഇപ്പോൾ വലിയ ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഇന്ത്യക്കാരൻ ഒമാനിൽ നിന്ന് കൊല്ലപ്പെട്ടു എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഈ ഒരു യുദ്ധഭീതി അല്ലെങ്കിൽ യുദ്ധ സാഹചര്യം പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.